How salty fits in the economic. Readings Isaiah 58, 7 to 10. 1 Corinthians 2, 1 to 5. Matthew 5, 13 to 16. Why demonstrated how to make vegetarian yogurt noodles. Jerome, stand up. ഇത് ക്ലാസ് ആണല്ല, പൂരപ്പുറമല്ല. സോറി സാർ, സാധനമാണോ? അപ്പോൾ നമ്മുടെ കോളേജിലെ അവസാനത്തെ ക്ലാസ് ആയിരുന്നു ഇത്. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി നന്നായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ ഒരുപാട് വൈകാതെ എത്രയും പെട്ടെന്ന് സെറ്റാക്കുക. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു സാർ. സുരിലേ സുരിലേ, നീ എന്നെ കിടക്കുന്നേ? വാ എഴുന്നേക്ക്, അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ലാസ്റ്റ് ദിവസമല്ലേ, അവരെയൊക്കെ കണ്ടിട്ട് വരുമ്പോ. സൂര്യനെ കളിക്കാവാ, നീ എന്തെങ്കിലും ഇരിക്കണേ? ഞാനില്ല. എടാ സൂര്യനെ വാ, കളിക്കാടാ, വാ വാ. ഞാനില്ലടാ. അതെ, ഉച്ചകൊട്ടിയാ ശ്രദ്ധിക്കുക. നീ ആ പാട്ട് ഡസ്റ്റാണല്ലോ. എന്നാ കാര്യം, കളിക്കാനൊന്നും കണ്ടില്ല? എടാ നിനക്കറിയോ, എനിക്ക് 10 കഴിഞ്ഞപ്പോട്ട് അച്ഛനാവണമെന്നൊരു ആഗ്രഹം വന്നു തുടങ്ങിയതാണ്. ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു +2 കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആഗ്രഹം വരും പോകും. ഇപ്പോൾ +2 കഴിഞ്ഞു, ഡിഗ്രിയും കഴിഞ്ഞു. ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. നീ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടോ? പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടടാ. ഇടയ്ക്ക് അച്ഛനാവണമെന്ന് തോന്നും, ഇടയ്ക്ക് കല്യാണം കഴിക്കണമെന്ന് തോന്നും. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലടാ. അപ്പോൾ ഡിസേൺമെൻ്റ് ആണ് നിൻ്റെ പ്രശ്നം. നിനക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നത്. എടാ നീ ഒരു കാര്യം ചെയ്യും. ഈ മെയ് 11-12 നമ്മുടെ PDM കുറവലങ്ങാട് സെൻറ്ററില്ലേ, അവിടെ നമ്മുടെ ബിനോയ് കരുമരുന്നെങ്കിലച്ഛൻ ദൈവവിളി ധ്യാനം നടത്തുന്നുണ്ട്, വിവേചന ധ്യാനം. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്താൽ നീ അങ്ങോട്ട് പോയാൽ മതി, സംഗതി എല്ലാം സെറ്റാവും. 11-നും 12-നും കുറവലങ്ങാട് PDM സെൻറ്ററിൽ വെച്ച്. ആണോ? എനിക്കും വരാൻ പറ്റുമോടാ? ഉറപ്പായിട്ടും. എൻ്റെ 2 ഫ്രണ്ട്സ് പോകുന്നുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് നീയുമായിട്ട് കണക്ട് ചെയ്തു തരാം. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് പോവുക. എന്താണ് ദൈവഹിതമെന്ന് അച്ഛനിലൂടെയും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രാർത്ഥിച്ചൊരുങ്ങിക്കും. അപ്പോൾ നിങ്ങളും ഒരുപക്ഷെ ഇതുപോലുള്ള ഒരു കൺഫ്യൂഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. 2 പത്രോസ് 1:10 ഇപ്രകാരമാണ് വചനം പറയുന്നത്: ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും വീണു പോവുകയില്ല. അപ്പോൾ ഈശോയുടെ ഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ നിറവേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അത് ഉറപ്പിക്കുക, അതിനുള്ള ഒരു ഉത്സാഹം ഉണ്ടായിരിക്കുക എന്നുള്ളത്.
അപ്പോൾ ആ ഒരു ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അതിനുള്ളൊരു സമയം കൂടി, ഒരു പക്ഷേ നിങ്ങൾ പലതരത്തിലുള്ള കൺഫ്യൂഷനിലായിരിക്കാം. ഒരു പക്ഷേ ഇനി കല്യാണം കഴിക്കണോ, അല്ലെങ്കിൽ അച്ഛനാവണോ, അല്ലെങ്കിൽ സിസ്റ്റർ ആവണോ, അങ്ങനെ പലതരത്തിലുള്ള ഒരു കൺഫ്യൂഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാവാം. അപ്പോൾ അതിനൊരു കൂടുതൽ ഉത്സാഹം സാധാരണന് വിട്ട്, ഇപ്പോൾ ഈ കളിക്കാനുള്ളൊരു ഉത്സാഹം പോലെ അല്ല, അതിനേക്കാൾ വിട്ട് ഒരു എക്സ്ട്രാ ഓർഡിനറി ഉത്സാഹം അതിന് വേണം, അത് ഉറപ്പിക്കാത്തവർ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒരു അവസരം കൂടി വരികയാണ്. അതാണ് ഈ മെയ് 11, 12 നടക്കുന്ന PDM കുറവലങ്ങാട് PDM സെൻറ്ററിൽ വെച്ച് നടക്കുന്ന ദേവിളി ധ്യാനം. അപ്പോൾ നിങ്ങൾ ആ കൺഫ്യൂഷൻ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റുമല്ലോ അല്ലേ? എല്ലാവരും ഉഷാറായി കളിച്ചടാ.